പ്രിയരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങൾ തീർത്തും മോശമായ ഒരവസ്ഥയിലാണല്ലോ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഇന്ത്യൻ ഇറക്കുമതിയുടെ മേൽ 50% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ വളരെ സാരമായി ബാധിച്ചു തുടങ്ങാൻ പോകുന്നു. ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. ഇത് തീർത്തും സന്തോഷകരമായ ഒരു കാര്യമല്ല. ഇന്ത്യൻ വിപണിയെ തന്നെ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളതിന് ചില നടപടികളൊക്കെ എടുക്കുകയും ചെയ്തു. ഇത്തരം നടപടികളെക്കുറിച്ചുള്ളൊരു വിശകലനമാണ് ഈ വീഡിയോ. നമ്മളെന്താണ് ചെയ്തത്? 25% നമുക്ക് മേൽ തീരുവ ചുമത്തി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു എന്ന കാരണം കൊണ്ട് ഒരു അഡീഷണൽ ഒരു ബോണസ് 25% കൂടിയാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയത്. ഇതോടെ ഇന്ത്യൻ കയറ്റുമതി തീർത്തും പ്രതിസന്ധിയിലായി. അപ്പോൾ നമുക്ക് മറ്റ് ഓൾട്ടർനേറ്റ് മാർക്കറ്റുകൾ, അമേരിക്കയില്ലെങ്കിൽ മറ്റു മാർക്കറ്റുകൾ കാണേണ്ട ഒരു പ്രതിസന്ധിയുണ്ട്. തീർച്ചയായിട്ടും എക്കാലവും അമേരിക്ക എന്ന് പറഞ്ഞ് അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിച്ചു പോകുന്നത് നല്ലതല്ല. എങ്കിൽ കൂടെ ഇന്ത്യക്ക് എത്രത്തോളം അമേരിക്കയെ അവഗണിക്കാനാകും, അഥവാ അവഗണിക്കാനാകുമോ? ഇനി അമേരിക്കയ്ക്ക് പകരം ചൈന എന്ന ഒരു പുതിയ സൗഹൃദം നമുക്ക് എത്രത്തോളം മെച്ചപ്പെടും, ഗുണപ്പെടും? ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വശത്തുകൂടെ വ്യക്തമായി പറയാം, ചൈനയുടെമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാരണവശാലും ചൈനയെ അങ്ങനെ വിശ്വസിക്കാനാകില്ല. 14 രാജ്യങ്ങളാണ് ചൈനയുടെ അതിർത്തിയിലുള്ളത്. അതിർത്തി രാജ്യങ്ങളായി ചൈനയ്ക്ക് 14 രാജ്യങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ളത് ചൈനയ്ക്കാണ്. ഈ 14 രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യവുമായിട്ടും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പ്രശ്നമുള്ള ഒരു രാജ്യമാണ് ചൈന. ഇനി സമുദ്ര അതിർത്തികളോടെ പരിഗണിക്കുകയാണെങ്കിൽ 23 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക്, തായ്വാൻ ഉൾപ്പെടെ 23 രാജ്യങ്ങളുമായിട്ട് ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തീർത്തും ദുർഘടമാണ്. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചൈനയുമായി അടുക്കുന്നത് ഒട്ടും നന്നായിരിക്കില്ല. എന്താണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ? 3 സ്ഥലത്തായിരുന്നു ചരിത്രപരമായി. 1 സിക്കിം, 2 അരുണാചൽ പ്രദേശ്, 3 ലഡാക്ക്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം. 1954 നമ്മൾ പഞ്ചശീല തത്വങ്ങൾ അധിഷ്ഠിതമായ എഗ്രിമെൻ്റ് ചൈനയുമായിട്ട് ഒപ്പിടുന്നത്. ചൈന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട ആ എഗ്രിമെൻ്റ്, ഇത് നമ്മൾ വളരെ പൂർണ്ണമായി വിശ്വസിച്ചു. ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നേക്കുമായി ഒഴിവായി എന്ന് കരുതി. പക്ഷേ ചുവൻലായി ചൈന ഒട്ടും തന്നെ അതിനെ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അതിന് ശേഷമുള്ള അവരുടെ ചെയ്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 1962 അത് ഒടുവിൽ ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് തന്നെ കടന്നു. ഇത് കാരണം ഈ അത്രത്തോളം വിശ്വസിച്ച ചൈന നമ്മളെ ചതിച്ചു വന്നത് അതൊരു അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ ആയിരുന്നു. അതുതന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരോഗ്യ ശോഷണത്തിനും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണത്തിലേക്കും കലാശിച്ചത്. ചൈനയെ അങ്ങനെ വിശ്വസിക്കാൻ നമുക്കാകില്ല എന്ന് ചൈന പ്രൂവ് ചെയ്തു. ഇത് ചൈന നമ്മളുമായിട്ട് മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ എപ്പോഴാണ് അവരുടെ നിറം മാറുന്നതെന്ന് നമുക്ക് അറിയില്ല. ഇനി 1950 മുതൽ നമ്മളുടെ ഒരു പ്രൊട്ടക്ടറേറ്റ്, നമ്മളുടെ ഒരു സംരക്ഷണത്തിലായിരുന്നു സിക്കിം. എന്നാൽ 1975 നമ്മൾ സിക്കിമിനെ ഒരു പോലീസ് ആക്ഷനിലൂടെ നമ്മളുടെ ഭാഗമാക്കി മാറ്റി, നമ്മളുടെ 22ാം സംസ്ഥാനമാക്കി മാറ്റി. ഉടനെ ചൈന പറഞ്ഞു, ഇന്ത്യയുടെ പരമാധികാരം, സിക്കിൻ്റെ മേലുള്ള പരമാധികാരം ഞങ്ങൾ അംഗീകരിക്കില്ല. അതൊരു തലവേദനയായി മാറി. 1975 മുതൽ 2003 വരെ ഈ പ്രശ്നം നിലനിന്നു. ഒടുവിൽ 2003 ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ചൈനീസ് സന്ദർശനത്തിലാണ് ധാരണയാവുകയും സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ചൈന അംഗീകരിക്കുകയും ചെയ്തു. 2004 മുതൽ സിക്കിമിനെ ചൈനയുടെ ഔദ്യോഗിക മാപ്പിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനി നമുക്കറിയാം,
നമ്മൾ എന്ത് ചെയ്തു? 1947 മുതൽ നമ്മളുടെ പ്രധാന ശത്രു പാകിസ്ഥാനാണ്, ചൈനയല്ല. നമ്മളുടെ കിഴക്കൻ അതിർത്തി വളരെ സുരക്ഷിതമാണ് എന്ന് കരുതി. പക്ഷേ 2020 ലഡാക്കിൽ 2020 ജൂണിൽ ലോകം മുഴുവൻ കോവിഡിൻ്റെ പിടിയിൽ അമർന്നിരുന്ന ആ സമയത്ത് ലഡാക്കിൽ ഗാൽവൻ വാലിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുകയും 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ഏതാണ്ട് അത്രയും തന്നെ ഒക്കെ ചൈനീസ് സൈനികരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ നമ്മൾ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാനാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ മോശമാവുകയും ചെയ്തു. ഒരു കാര്യം ഓർക്കേണ്ടത്, 2020 ജൂണിലാണ് ഈ പ്രശ്നം ഗാൽവൻ വാലിയിൽ നടക്കുന്നത്. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ 2019 ഷീ ജിൻപിങ്, ചൈനയുടെ പ്രസിഡൻറ്റ്, പരമോന്നത നേതാവ് ഇന്ത്യയിൽ വരികയും ഒരു ഫോർമൽ അല്ലാത്ത, അദ്ദേഹം 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഉടനെ തന്നെ ഒരു ഔദ്യോഗിക സന്ദർശനം ഇന്ത്യയിലേക്ക് നടത്തി 2014. അതിനുശേഷം 2019 ചെന്നൈയിലെ മാമല്ലപുരത്ത്, ചെന്നൈ കണക്റ്റ് എന്നാണ് അതിന് പറയുന്നത്, ഒരു ഇൻഫോർമൽ സമ്മിറ്റ് മീറ്റിംഗ് അവർ തമ്മിലുണ്ടായി. വളരെ സൗഹാർദ്ദപരമായി അവർ തമ്മിൽ നിൽക്കുന്ന പടങ്ങളുമൊക്കെ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. പക്ഷേ അതിന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2020 അതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യവുമായി നിരന്തരമായ പ്രശ്നമുണ്ടാക്കാൻ ചൈന ശ്രമിച്ചു. ഒടുവിൽ അത് പട്ടാളക്കാർ തമ്മിലുള്ള ഉന്തനും തള്ളിലും വഴിവെക്കുകയും പട്ടാളക്കാർ രണ്ട് ഭാഗത്തും നമുക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അരുണാചൽ പ്രദേശിനെ അവരിപ്പോഴും സതേൺ ടിബറ്റ് എന്നാണ് പറയുന്നത്. ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. ആ ടിബറ്റിൻ്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ്. ഓർക്കുക, നമ്മളുടെ ഒരു അംഗീകരിക്കപ്പെട്ട ഗവൺമെൻറ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പക്ഷേ ചൈന എപ്പോഴും പറയുന്നത് അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി പങ്കിടാതെ അവരുമായി ഒരു ദീർഘമായ വ്യാപാര ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് ശുഭകരമായിരിക്കില്ല. ചൈന ഏത് വരെ പോലും അപകടകാരി ആകാവുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ചൈന നമുക്ക് അവഗണിക്കാനും ആകില്ല. ലോകത്തെ ഒരു രാജ്യത്തിനും ചൈനയെ അവഗണിക്കാനാവില്ല. ഈവൻ അമേരിക്കയ്ക്ക് പോലും ചൈനയെ അവഗണിക്കാനാവില്ല. എന്താണ്? ശ്രദ്ധിക്കൂ, ചൈന എന്ന് പറയുന്നത് ലോകത്തെ റെയർ എർത്തുകൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അമൂല്യമായ ധാതുലവണങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ഇലക്ട്രോണിക് വെഹിക്കിൾ ഇൻഡസ്ട്രി, കാർ ഇൻഡസ്ട്രി, ബാറ്ററി, ഇലക്ട്രിക് കാറിന് ആവശ്യമായ ബാറ്ററിക്കൊന്നും ഉത്പാദിപ്പിക്കാനേ കഴിയില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ലിഥിയം അയൺ ഒക്കെ ഖനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് പറ്റില്ല. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിനും ഉത്പാദനത്തിലേക്ക് കടക്കാനോ മുൻപോട്ട് പോകാനോ കഴിയില്ല. ലോകത്തെ റെയർ എർത്തിൻ്റെ എക്സ്പോർട്ടിൽ 30% ചൈനയാണ്. അതുതന്നെ അതിൻ്റെ സംസ്കരണം, എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ 92% ചൈനയാണ്. അങ്ങനെ രാജ്യത്തെ ഒരു കാരണവശാലും നമുക്കെന്നല്ല ആർക്കും ഒഴിവാക്കാനാകില്ല. പിന്നെ ഹെവി ബോറിംഗ് മെഷീൻസ്, നമ്മളുടെ രാജ്യത്തെ വലിയ വലിയ തുരങ്ക നിർമ്മാണങ്ങളും അല്ലെങ്കിൽ ധാതുലവണങ്ങളുടെ കുഴിച്ചെടുക്കുന്നതുമൊക്കെ ആവശ്യമുള്ള വലിയ വലിയ ബോറിംഗ് മെഷീൻസിൻ്റെയൊക്കെ ലോകത്തെ മൊണോപ്പൊളി ചൈനയ്ക്കാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പോലും ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ പറ്റാത്തത് ചൈനയുടെ വിലക്കുള്ളതിനാണ്. ഒരു 4 മാസങ്ങൾക്ക് മുമ്പേ ചൈന മറ്റൊരു തീരുമാനമെടുത്തു. റെയർ എർത്തുകളുടെ കാര്യത്തിൽ ചൈനീസ് കമ്പനികൾക്ക് നേരിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടോ വിപണനം നടത്താനാകില്ല. അതിന് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അപ്പോൾ ചൈന അവിടെയും പിടിമുറുക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് സൗഹൃദത്തിലേർപ്പെടാനോ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ ഉണ്ടായ കുറവ് ചൈനയെ കൊണ്ട് പരിഹരിക്കാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി മറുവശത്ത് അമേരിക്ക, തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില വിള്ളൽ വീണിട്ടുണ്ട്. അതൊരു എബറേഷൻ, ഒരു ടെമ്പററി എബറേഷൻ, താൽക്കാലികമായൊരു വ്യതിയാനം മാത്രമാണ്. ഇങ്ങനെ ഒരു പ്രസിഡൻറ്റ് അമേരിക്കയിലുള്ളിടത്തോളം കാലം ഒരു രാജ്യത്തിനും എങ്ങനെയായിരിക്കും അവരെങ്ങനെ പെരുമാറും, അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഈ അടുത്ത സമയത്ത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലൊരു ട്രേഡ് കരാർ ഏർപ്പെട്ടു. അത് 3 കൊല്ലം
പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ കരാറിൽ ഏർപ്പെടുന്നത്. രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന ദീർഘമായ ചർച്ചകളിലൂടെയാണ്, അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയല്ല. ഇത് ബ്രസീലിന് 50, ചൈനയ്ക്ക് 35, ഇന്ത്യക്ക് 50 എന്ന് പറഞ്ഞ് ഓരോ ദിവസവും എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്ന ഒരു പ്രസിഡൻറ്റ് അമേരിക്കയുടെ തലപ്പത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനാകില്ല. എങ്കിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായ നമ്മളും ലോകത്തെ ഏറ്റവും ശക്തരായ ജനാധിപത്യം അമേരിക്കയും ഒരു നാച്ചുറൽ പാർട്ട്നേഴ്സ്, സ്വാഭാവികമായ പങ്കാളികളാണ്. രണ്ട് രാജ്യങ്ങളും ജനാധിപത്യം എന്നത് തന്നെ നമ്മളുടെ ഒരു കൂട്ടിമുട്ടിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതിൽ കുറച്ച് അബറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അത്രയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യമുണ്ടാകില്ല. നമുക്ക് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത്? അമേരിക്കയിൽ നിന്ന് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. 2, അമേരിക്കയുടെ ഏറ്റവും വലിയ, അമേരിക്ക ഒരു ട്രില്യൺ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയാണ്. ഏറ്റവും റിച്ചസ്റ്റ് മാർക്കറ്റാണ്. അവിടേക്ക് നമുക്കൊരു എൻട്രി ഉണ്ടായേ പറ്റൂ. അതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും അമേരിക്കയിലേക്കാണ്. അപ്പോൾ അമേരിക്കൻ വിപണിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു മീഡിയം ടേമിൽ ഇന്ത്യക്ക് മുൻപോട്ട് പോകാനാകില്ല. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, തീർച്ചയായിട്ടും ഫാർമസ്യൂട്ടിക്കലിനെ അവർ ടാരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടെ ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ, അപ്പാരൽ, സ്പൈസസ്, ഷ്രിംസ്, ഇങ്ങനെയുള്ള എല്ലാ കയറ്റുമതികളും ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്കയിലേക്കാണ്. അമേരിക്കയെ നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാനാകില്ല. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പറഞ്ഞു തീർക്കുക എന്നതാണ്. എന്താണ് അമേരിക്കയുടെ കൺസേൺസ് എന്ന് മനസ്സിലാക്കുക. അമേരിക്ക എപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഞങ്ങളുടെ മാർക്കറ്റ് വളരെ ഓപ്പണാണ്, നിങ്ങളുടെ പ്രോഡക്റ്റുകളെ ഞങ്ങൾ വളരെയധികം സ്വീകരിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രോഡക്റ്റുകളെ നിങ്ങൾ ഒട്ടും തന്നെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ ഉയർന്ന നികുതി കൊണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ നിങ്ങളുടെ രാജ്യത്തേക്കുള്ള വിപണിയെ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് അമേരിക്കൻ ചാർജ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, എന്നാൽ അമേരിക്കയുടെ ചില കൺസേണുകളോട് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് പകരം ചൈനയെ വയ്ക്കാനാകില്ല. ഇതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ പകർന്നു നൽകുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.